ആക്രമണ ഭീഷണി തുടർന്ന് പാകിസ്ഥാൻ. സിന്ധു നദീജലം വഴിതിരിച്ചുവിട്ടാൽ ഭാരതം സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഭാരതത്തിനെതിരെ ആണവായുധങ്ങൾ ഉൾപ്പെടെ പ്രയോഗിക്കുമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയും പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാരതം തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ തുടർച്ചയായ ഭീഷണി. ഭാരതം ശക്തമായ നയതന്ത്ര നടപടികൾ തുടരുമ്പോഴാണ് പാകിസ്ഥാൻ നേതാക്കളുടെ ഭീഷണി ഉയരുന്നത്. ആണവായുധ പ്രയോഗം ഉൾപ്പെടെ നടത്തുമെന്ന ഭീഷണി തുടർച്ചയായി പാകിസ്ഥാൻ മുഴക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഭാരതത്തിന്റെ അതിർത്തിയിൽ കടന്നുകയറി ആക്രമണം നടത്തുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. സിന്ധു നദീജലം വഴിതിരിച്ചുവിടാൻ എന്തെങ്കിലും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ അവ തകർക്കുമെന്നാണ് ഖ്വാജയുടെ ഭീഷണി. अगर कोई इस किस्म का स्ट्रक्चर बनाने की कोशिश करेंगे, we'll strike that structure. बिल्कुल we'll strike that structure. That will be an act of aggression against Pakistan. वो पाकिस्तान के खिलाफ जारियत होगी. जारियत सिर्फ तोप के गोलों से या बंदूक चलाने से नहीं होती. जारियत के बहुत से अशकाल होते हैं, बहुत सी उसकी जो फेसेस होते हैं, उसमें ये भी एक फेस है. ये बहुत बड़ा फेस है. इससे तो कौमें जो हैं वो प्यास से या भूख से मर सकती हैं. तो ये अगर उन्होंने इस किस्म का अटेम्प्ट भी किया को आर्किटेक्चरल, तो स्ट्रक्चर को पाकिस्तान जो है डिस्ट्रॉय करेगा. अगर कोई इस किस्म का स्ट्रक्चर बनाने की कोशिश करेंगे, we'll strike that structure. ഒരു മാധ്യമത്തിന് നൽകിയ മറുപടിയിലാണ് ഖ്വാജ ഭീഷണി മുഴക്കുന്നത്. ആണവായുധം ഉൾപ്പെടെ ഭാരതത്തിനെതിരെ പ്രയോഗിക്കുമെന്ന ഭീഷണിയും പാകിസ്ഥാൻ നേതാക്കൾ മുഴക്കുന്നു. റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ മുഹമ്മദ് ഖാലിദ് ജമാലി പറയുന്നത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും പ്രയോഗിച്ച് ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്നാണ്. ആണവായുധങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കാൻ മടിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. When it comes to India and Pakistan, we do not get involved into this debate of numerical strength. We in Pakistan will use the full spectrum of power, both conventional and nuclear. And I'll stop there. തീർത്തും ഒറ്റപ്പെട്ട പാകിസ്ഥാന്റെ ദുർബലമായ പ്രതികരണമായാണ് ഇത്തരം വീമ്പ് പറച്ചിലുകളെ വിദഗ്ധർ വിലയിരുത്തുന്നത്. യുദ്ധത്തിനൊരുങ്ങുന്ന രാജ്യം ഒരിക്കലും തന്ത്രങ്ങൾ പുറത്തുവിടില്ലെന്ന അടിസ്ഥാന ശൈലി പോലും പാകിസ്ഥാൻ നേതാക്കൾ പുലർത്തുന്നില്ല. പാകിസ്ഥാൻ സർക്കാർ സ്വന്തം രാജ്യത്ത് നേരിടുന്ന സങ്കീർണതകളിലേക്ക് വെളിച്ചം വീശുന്നത് കൂടിയാണ് ഇത്തരം പ്രതികരണങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.